സതീശിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. ഏകപക്ഷീയമായി നികുതി നിർദ്ദേശം ബജറ്റിൽ ഉൾപ്പെടുത്തിയെന്നാണ് നേതാക്കളുടെ വിമർശനം. മദ്യനികുതി പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തിരുന്നെങ്കിൽ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്ന് VM സുധീരൻ തുറന്നടിച്ചു. മദ്യവിൽപ്പന എങ്ങനെ വേണമെന്നതിൽ അന്തിമ തീരുമാനം UDF-ന്റേതെന്നായിരുന്നു എക്സൈസ് മന്ത്രി M. ലിജുവിന്റെ പ്രതികരണം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയതിലെ വിവാദം മുഖ്യമന്ത്രി VD സതീശന് തലവേദനയായി മാറുകയാണ്. ചർച്ചകളില്ലാതെ മദ്യത്തിന്റെ നികുതി നിശ്ചയിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തരാണ്. നികുതി നിർദ്ദേശം പിൻവലിക്കണമെന്നാണ് ആവശ്യം. മദ്യനികുതിയിൽ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയ VM സുധീരൻ നിലപാട് കടുപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. VM സുധീരന്റെ വിമർശനങ്ങൾക്ക് എക്സൈസ് മന്ത്രി M. ലിജു മറുപടി നൽകിയില്ല. കൂടിയാലോചന നടത്താതെ നികുതി തീരുമാനിച്ചതിൽ ഇങ്ങനെയാണ് മന്ത്രിയുടെ പ്രതികരണം. മദ്യം കേരളത്തിൽ ലോ ആൽക്കഹോളിക് ബിവറേജസ് വിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനം ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ്. അതേസമയം മദ്യനികുതിയിലെ അതൃപ്തി രമേശ് ചെന്നിത്തല മറച്ചുവെച്ചില്ല. UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നയങ്ങൾ തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF-ൽ അക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാർട്ടി വേദിയിൽ മദ്യനികുതി വിശദമായി ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടനുസരിച്ചായിരിക്കും തുടർന്ന് മുതിർന്ന നേതാക്കൾ പ്രതികരണത്തിന് തയ്യാറാവുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.